CFM അമേരിക്കൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ്റെ സഹധർമ്മിണിയും ഹൂസ്റ്റൺ ലേക്ക്വുഡ് ചർച്ച് പാസ്റ്റർ ജോയൽ ഓസ്റ്റിൻ്റെ മാതാവുമായ ഡൊളോറസ് ഓസ്റ്റിൻ 91 വയസ്സിൽ അന്തരിച്ചു. ലേക്ക്വുഡ് ചർച്ച് സഹസ്ഥാപകയാണ് ഡൊളോറസ് ഓസ്റ്റിൻ. മകൻ ജോയൽ ഓസ്റ്റിനാണ് മാതാവിൻ്റെ മരണവാർത്ത ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ സ്ഥിരീകരിച്ചത്. വിയോഗ വാർത്ത അതീവ ദുഃഖത്തോടെയാണ് അറിയിക്കുന്നതെന്നും ലേക്ക്വുഡ് ചർച്ചിന്റെ മാതൃപദവി അലങ്കരിച്ചിരുന്ന ഇവർ ലോകമെമ്പാടുമുള്ള അനേകർക്ക് പ്രചോദനവും ദൈവത്തിന്റെ വിശ്വസ്തദാസിയുമായിരുന്നുവെന്ന് ഓസ്റ്റിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. സ്വഭവനത്തിൽ വെച്ച് സമാധാനപരമായ സ്വാഭാവിക അന്ത്യമായിരുന്നുവെന്ന് പോസ്റ്റിൽ പറയുന്നു. 1959 മാതൃദിനത്തിൽ പാസ്റ്റർ ജോൺ ഓസ്റ്റിനും സഹധർമ്മിണി ഡൊളോറസും ചേർന്ന് ഹ്യൂസ്റ്റണിന്റെ പ്രാന്തപ്രദേശത്താണ് ലേക്ക്വുഡ് ചർച്ചിന്റെ ആദ്യ യോഗം നടത്തിയത്. ജോൺ ഒരു സദേൺ ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷകനായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനം അനുഭവിച്ചതിന് ശേഷം കരിസ്മാറ്റിക് ബാപ്റ്റിസ്റ്റുകൾക്കുള്ള പള്ളിയായി അദ്ദേഹം ലേക്ക്വുഡ് സ്ഥാപിച്ചു. പള്ളി താമസിയാതെ ബാപ്റ്റിസ്റ്റ് എന്ന പേര് അതിൻ്റെ പേരിൽ നിന്നൊഴിവാക്കി നോൺ ഡിനോമിനേഷനായി മാറി. ഇന്ന് സൗത്ത് വെസ്റ്റ് ഫ്രീവേയിലെ ഹ്യൂസ്റ്റൺ സമ്മിറ്റ് ആൻഡ് കോമ്പാക്ട് സെന്ററിന്റെ മുൻ സ്ഥലത്തുള്ള പള്ളിയിലാണ് സേവനങ്ങൾ നടക്കുന്നത്. ശുശ്രൂഷകൾ ലോകമെമ്പാടും പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. ഡൊളോറസിന്റെ ഭർത്താവ് പാസ്റ്റർ ജോൺ ഓസ്റ്റിൻ 1999 തന്റെ 77 വയസ്സിൽ അന്തരിച്ചിരുന്നു. 1999 ജനുവരി 23 പാസ്റ്റർ ജോൺ ഓസ്റ്റിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഇളയ മകൻ ജോയൽ ഓസ്റ്റിൻ ആ ഒക്ടോബറിൽ പാസ്റ്ററായി. ഡൊളോറസ് ഓസ്റ്റിൻ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ 1986 ഹീൽഡ് ഓഫ് ക്യാൻസർ എന്ന ഗ്രന്ഥം കരൾ അർബുദ രോഗം സംബന്ധിച്ച അവരുടെ പോരാട്ടത്തിന്റെ കഥയാണ്. ശവസംസ്കാരം പിന്നീടായിരിക്കും.